സിനിമയെ സംബന്ധിച്ച് അതാണ് അതിൻ്റെ പ്രാധാന്യം. ശരിക്കും ഒരു നല്ലൊരു കണ്ടൻറ് അല്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത്. സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്യാമറമാൻ സിനു സിദ്ധാർത്ഥ് അയാളിലുള്ളൊരു വിശ്വാസമുണ്ട്. മേക്കിങ്ങും എന്താ പറയുന്നത് കണ്ടൻറ് ഗംഭീര, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ ഒരു രണ്ട് കാര്യമാണ് ഞാൻ ആദ്യം നോക്കിയത്. നായകനൊപ്പം ആദ്യാവസാനം വരെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ക്ലൈമാക്സിൽ ഞാൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നറിയത്തുള്ളൂ. അത് ക്ലൈമാക്സാണ്. അത് സിനിമ കാണുമ്പം അത് മനസ്സിലാവും. ഞങ്ങളെല്ലാവരും ഒരു വീടെടുത്ത് താമസിച്ചിട്ട് അവിടെ ഇരുന്നാണ് ഓരോ ഡിസ്കഷനും. അപ്പോൾ ഇന്ന ജോലി ചെയ്യത്തുള്ളൂ അങ്ങനൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ ശരിക്കൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ നിൽക്കുന്ന പോലെയാണ് ഇവരുടെ ഈ ഡയറക്ഷൻ ടീമിൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ ഓരോ സീനുകൾ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ നിൽക്കുന്ന പോലെയാണ് ഞാൻ അവരോട് നിന്നത്. ഇപ്പോഴത്തെ ഒരു പ്രേക്ഷകർ ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ. മനസ്സിലായില്ല, അതിൽ വെറും കുറേ പാട്ടുകളും സ്റ്റണ്ടും മാത്രം ഉള്ളത് കൊണ്ടൊരു സിനിമ വിജയിക്കത്തില്ല. ഹായ് എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയ്ക്ക് ജീവൻ നൽകിയ ഒരാളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ഈ സിനിമയുടെ പ്രൊഡ്യൂസറും അതേപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിൽ എത്തുന്ന ഒരാളാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? അതാണ് ഏറ്റവും പുതിയ വിശേഷം. ജീവനാണ് സിനിമ ഇറങ്ങാൻ പോകുന്നു എന്നുള്ളത്. അതെ, ഈ ആഴ്ച റിലീസ് ആവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഭാഗമായി മാറുന്നത്? ഇതിൻ്റെ രചയിതാവും സംവിധായകനുമായ വിനോദ് നാരായണൻ, അദ്ദേഹം ഒരു ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ ഞാൻ സ്വന്തമായൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അതിൻ്റെ ഒരു പണിപ്പുരയിലിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വന്ന് ഈ കഥ പറയുന്നത്. അതൊരു ട്രൂ സ്റ്റോറിയാണ്. മദ്യപാനമാണ് വിഷയം. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഫുള്ള് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വളരെ ഓരോ സീനുകളും വളരെ ലൈവായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയും കൂടെ ആണ് ശരിക്കും. അദ്ദേഹം കുറച്ച് നാളിങ്ങനെ ആൽക്കഹോളിക്കായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഒരുപാട് ജീവിതങ്ങൾ മദ്യപാനം മൂലം നശിച്ച ഒരുപാട് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അപ്പം എന്തുകൊണ്ടും എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഏത് തരത്തിലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഏത് തലത്തിലുള്ള ആൾക്കാർക്കും ഇത് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഓരോ സീനുകളും വളരെ ലൈവാണ്. അങ്ങനെ മനോഹരമായൊരു സ്ക്രിപ്റ്റായിരുന്നു. ആദ്യം തന്നെ പുള്ളി വന്നപ്പോൾ വെറുതെ കഥ പറയാല്ലാതെ ഫുൾ സ്ക്രിപ്റ്റാണ് വായിച്ചത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെയ്താൽ കൊള്ളാം എന്ന് തോന്നി. പിന്നെ അതിനകത്ത് ഒരു നല്ലൊരു വേഷവും ഞാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും 10-20 സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 2-3 സീൻ വരുന്ന വേഷങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇത് അതിൽ നല്ല നായകനൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ നമ്മൾ സിനിമ ഫസ്റ്റ് ടൈം ആണോ പ്രൊഡ്യൂസറായിട്ട് വരുന്നത്? അല്ല, ഞാൻ നേരത്തെ കോ പ്രൊഡ്യൂസറായിട്ടും ലൈൻ പ്രൊഡ്യൂസറായിട്ടും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും സിനിമകൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന പടം ഞാനും എൻ്റെ ഒരു സുഹൃത്ത് വിഷ്ണു വിജയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ കുറേ വട്ടം ആലോചിക്കണം. ഇപ്പോൾ കമേഴ്ഷ്യൽ ഹിറ്റ് ആവോ അല്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസർ എന്ന നിലയിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറയുന്നത്, ലാഭം അങ്ങനെയൊക്കെ നോക്കണം. അപ്പം എന്തൊരു ഫാക്ടർ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ സെലക്ട് ചെയ്യാൻ കാരണം? ഞാനെപ്പോഴും കണ്ടൻറ്റും മേക്കിങ്ങും ആണ് ഒരു സിനിമയെ സംബന്ധിച്ച് അതാണ് അതിൻ്റെ പ്രാധാന്യം. ശരിക്കും ഒരു നല്ലൊരു കണ്ടൻറ് അല്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കേണ്ടത്. സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ക്യാമറമാൻ സിനു സിദ്ധാർത്ഥ് അയാളിലുള്ളൊരു വിശ്വാസമുണ്ട്. മേക്കിങ്ങും എന്താ പറയുന്നത് കണ്ടൻറ് ഗംഭീര, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല സ്ക്രിപ്റ്റാണ്. അപ്പോൾ ആ ഒരു രണ്ട് കാര്യമാണ് ഞാൻ ആദ്യം നോക്കിയത്. പിന്നീട് ഈ പുതുമുഖങ്ങൾ മതി എന്ന് വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ വേറെയും മദ്യപാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ അല്ലെങ്കിൽ പ്രശസ്തരായ നടന്മാർ അഭിനയിച്ച
സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ആർട്ടിസ്റ്റിനെ വെച്ച് വേണ്ട, ഇത് വേറൊരു ആവാമെന്ന് വിചാരിച്ചാണ് പുതിയ ആൾക്കാർ മതിയെന്ന്. ഇപ്പോൾ ഇതിനകത്ത് മുഖപരിചയമുള്ള ആരുമില്ല ശരിക്കും, എല്ലാവരും പുതിയ ആൾക്കാർ. ഒരു സീനിൽ വരെ അഭിനയിച്ച ആൾക്കാരും പുതിയ ആൾക്കാരാണ്. എന്തായാലും അത് പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിത്തെ ഇപ്പോൾ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പോൾ സംസാരിച്ചല്ലോ, ഇനി ആ ഒരു സിനിമത്തെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ? എൻ്റെ ക്യാരക്ടർ ശരിക്കും അത് വെളിപ്പെടുത്താൻ ഒക്കത്തില്ല ഇപ്പം, കാരണം ഭയങ്കര സർപ്രൈസ്. സർപ്രൈസ്, അതെ. കാരണം നായകനൊപ്പം ആദ്യാവസാനം വരെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ക്ലൈമാക്സിൽ ഞാൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നറിയത്തുള്ളൂ. അത് ക്ലൈമാക്സാണ്, അത് സിനിമ കാണുമ്പം അത് മനസ്സിലാവും. ഇപ്പോൾ പൊതുവെ പറയും മദ്യപാനം കൊണ്ട് ഒരുപാട് ലൈഫ് തൊലച്ച ഒരാളാണ്. അങ്ങനെ ക്യാരക്ടർ അങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു ഇപ്പൊ ഇതിലാണെങ്കിലും ഇപ്പൊ സിനുയുടെ ക്യാരക്ടറിനാണെങ്കിലും ജീവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ക്യാരക്ടർ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഇപ്പം സാറിന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു രീതിയിലാണ്. ഞാൻ എക്സൈറ്റ്മെന്റോട് സസ്പെൻസ് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ ചോദിച്ചിട്ടും ഇല്ല, പറയാൻ പറ്റില്ല. കഥയുടെ ഒരു ത്രെഡ് തന്നെ അതിലാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ ഒരുപാട് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ഇതിന്റെ സബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത കൊണ്ട് ഓരോ സീനുകളിലും ഓരോ ലൊക്കേഷനിലായിരുന്നു. ഞാൻ പറഞ്ഞ ലൊക്കേഷൻസ് ഒരുപാട്. പിന്നെ സ്ഥലങ്ങളെന്ന് പറയുന്നത് വർക്കല, കൊല്ലം, തിരുവനന്തപുരം, പിന്നെ കുറച്ച് എറണാകുളം. അതിൽ തന്നെ ലൊക്കേഷൻ ചേഞ്ച് ഒരുപാടുണ്ടായിരുന്നു. ഇയാൾ വന്നു പെടുന്ന ഓരോ സ്ഥലങ്ങളും അങ്ങനെ മാറി മാറി വരുന്ന. ഈ ഡയറക്ടർ സാറ് പറഞ്ഞായിരുന്നു ഭയങ്കര ക്ലോസ് ആയിരുന്നു ലൊക്കേഷനിൽ, എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. അതെ അതെ, ശരിയാ പറഞ്ഞത്. സിനുവും ഞാനും വിനോദ് നാരായണനും കൂടിയിരുന്നാണ് ഓരോ കാര്യങ്ങളും ഞങ്ങൾ പ്ലാൻ ചെയ്ത്, അങ്ങനെ വേണം ഇങ്ങനെ വേണം. അത് പ്രീ പ്രൊഡക്ഷൻ സമയത്തും ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ, ഞങ്ങളെല്ലാവരും ഒരു വീടെടുത്ത് താമസിച്ചിട്ട് അവിടെ ഇരുന്നാണ് ഓരോ ഡിസ്കഷനും. അപ്പോൾ ഇന്ന ജോലി ചെയ്യത്തുള്ളൂ അങ്ങനൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ ശരിക്കൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ നിൽക്കുന്ന പോലെയാണ് ഇവരുടെ ഈ ഡയറക്ഷൻ ടീമിൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ, ഓരോ സീനുകൾ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ നിൽക്കുന്ന പോലെയാണ് ഞാൻ അവരോട് നിന്നത്. അതുപോലെ തന്നെ ലൊക്കേഷൻ തന്നെ എല്ലാ ദിവസവും, ഇപ്പോൾ എനിക്ക് സീനുള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസമാണെങ്കിലും എല്ലാം ഞാൻ ഫുൾ ടൈം ലൊക്കേഷനുണ്ട്. എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ചാണ്. ഒരു ഇതുവരെ ഒന്നിനും ഒരു തടസ്സം വന്നില്ല. ഇതുവരെ ഈ റിലീസ് വരെ ഒരു കുഴപ്പവും ഞങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തോ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനൊരു ഭാഗ്യം ഉണ്ടായി. പൊതുവെ പറയാറുണ്ട് പലപ്പോഴായിട്ട് കൊമേഴ്ഷ്യൽ ഹിറ്റ് അല്ലെങ്കിൽ തിയേറ്ററിൽ ഹിറ്റ് ആവണം എന്ന് വിചാരിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെ വിചാരിക്കുന്നതുകൊണ്ട് കഥ പലപ്പോഴായിട്ട് മിസ്സാവാറുണ്ട് മലയാള സിനിമകൾക്ക്. അപ്പം അങ്ങനെ ശരിക്കൊരു സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നുണ്ടോ പൊതുവെ നോക്കുമ്പോൾ? ഞാൻ ഈ സിനിമയുടെ കാര്യമാണ് പറഞ്ഞത്. ഈ സിനിമ ബേസ് ചെയ്തിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ജനറൽ ആയിട്ട് ചോദിച്ചതായിരുന്നു. എനിക്ക് ചോദ്യം മനസ്സിലായി. ഇപ്പൊ പൊതുവെ പറയാറുണ്ട് കൊമേഴ്ഷ്യൽ ഹിറ്റ് അല്ലെങ്കിൽ തിയേറ്ററിൽ ഹിറ്റ് ആവണം എന്നുള്ളതുകൊണ്ട് കഥ എന്ന് പറയുന്ന എലമെന്റ് പലപ്പോഴും മിസ്സാവാറുണ്ട് സിനിമകളിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ ഇപ്പോഴത്തെ സിനിമകളിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മളിപ്പോൾ ഹിറ്റായ ഒരു സിനിമ ഏതെങ്കിലും ഒരു ഉദാഹരണം എടുത്താൽ അതിനകത്ത് കണ്ടന്റ് ഇല്ലാത്ത ഏത് സിനിമ വിജയിച്ചിട്ടുള്ളത്? അല്ല, ഈ പാട്ട് അല്ലെങ്കിൽ ആക്ഷൻ രംഗങ്ങള്, കഥയൊക്കെ ഭയങ്കര മനസ്സിലായി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഒരു പ്രേക്ഷകർ ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ. മനസ്സിലായി. അതിൽ വെറും കുറേ പാട്ടുകളും സ്റ്റണ്ടും മാത്രം ഉള്ളത് കൊണ്ടൊരു സിനിമ വിജയിക്കത്തില്ല. അതിന് ആ കണ്ടന്റ് നല്ലതായിരിക്കണം. കണ്ടന്റാണ് മെയിൻ. നല്ലൊരു സ്ക്രിപ്റ്റ്, അതിൽ ആ കഥയുടെ സ്വഭാവം അനുസരിച്ച് ആ പാട്ടും സ്റ്റണ്ടും ഒക്കെ ആവാം. അപ്പോൾ ഇനി ഞാനതിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നില്ല. എന്നാലും ഈ ജീവൻ സിനിമയിൽ 3 പാട്ടുണ്ട്. 3 പാട്ടുള്ളതും 3 ടൈപ്പ് പാട്ടാണ്. ഗോപി സുന്ദർ ഈണം നൽകി നമ്മുടെ ഷിബു ചക്രവർത്തി എഴുതിയ 3 പാട്ടുകൾ. അത് ഒരു കള്ളുപാട്ടുണ്ട്. കള്ളുപാട്ട് തന്നെ വളരെ വ്യത്യസ്തമുള്ള കള്ളുപാട്ടാണ്. നമ്മൾ സ്ഥിരം സിനിമകളിൽ കാണുന്നൊരു കള്ളുപാട്ടല്ല. വളരെ വെറൈറ്റി ഉള്ള ഭയങ്കര രസകരമായ ഒരു കള്ളുപാട്ട്. അത് ടൈറ്റിൽ സോങ് ആണ്. പിന്നൊരു സാഡ് സോങ് ഉണ്ട്.
ഈ ഇദ്ദേഹത്തിൻ്റെ ജീവിതം കാണിക്കുന്ന ഒരു നല്ലൊരു സാഡ് സോങ്, അത് നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ലവ് സോങ്, 3 വെറൈറ്റിയുള്ള പാട്ടുകൾ എടുത്തേക്കുന്നത്. അപ്പോൾ കൊമേഴ്സ്യൽ ഹിറ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നല്ലൊരു സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ അത് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. പിന്നെ ഹിറ്റാന്നും എത്രയോ നല്ല പടങ്ങൾ നമ്മൾ ടി വിയിൽ കണ്ടിട്ട് ഇത് കൊള്ളാമല്ലോ, ചിലപ്പോൾ തിയേറ്ററിൽ സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. ശരി. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരുങ്ങുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നൊരു സബ്ജക്റ്റാണ്, അങ്ങനൊരു സിനിമ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയത് കാണണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതാണ് നമ്മൾ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്ന. അതാണ് നല്ലൊരു സിനിമയായിരിക്കും, ഒരു നല്ല കാഴ്ചയായിരിക്കും ഈ സിനിമ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സാറാണെങ്കിലും പ്രൊഡ്യൂസറായിട്ടും ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടും ഇതിപ്പോൾ അല്ലെങ്കിൽ നല്ല നല്ല ക്യാരക്ടറായിട്ടും ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ.